CPIM ഇല്ലാതാകണമെന്ന് കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നില്ല. ഇത് പറഞ്ഞത് ഞാനോ അല്ലെങ്കിൽ ഏതെങ്കിലും പാർട്ടി പ്രവർത്തകരോ അല്ല, കോൺഗ്രസിന്റെ സമുന്നതനായ നേതാവായ AK ആന്റണിയാണ്. എന്തുകൊണ്ടാണ് എല്ലാവരും ഇങ്ങനെ പറയുന്നത്? ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു കുറിപ്പ് പങ്കുവെക്കും. പാലക്കാടുള്ള സഖാവ് പ്രഭാകരേട്ടൻ, അദ്ദേഹം ഒരു സാധാരണ സഖാവാണ്. അദ്ദേഹം മരണപ്പെട്ടപ്പോൾ ഒരു വിൽപത്രം പോലെ തന്റെ മകൻ അദ്ദേഹം ഒരു കുറിപ്പ് എഴുതി വെച്ചു. അത് ഇങ്ങനെയായിരുന്നു: പ്രിയപ്പെട്ട മകനെ, അച്ഛൻ യാത്രയാവുകയാണ്. അച്ഛൻ മരിച്ചു കഴിഞ്ഞാൽ അച്ഛന്റെ ശരീരത്തിനു മുകളിൽ അച്ഛൻ ഒരുക്കി വെച്ചിരിക്കുന്ന ഈ പാർട്ടി പതാക പുതപ്പിക്കണം. എന്റെ സഖാക്കൾ എന്നെ ശരീരം കാണാൻ വരും. അവർക്ക് അതിനുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുക. നിങ്ങൾക്ക് നിന്റെ മതപ്രകാരമുള്ള കർമ്മങ്ങൾ ചെയ്യാം. പക്ഷേ എന്റെ സഖാക്കൾക്ക് മുദ്രാവാക്യം വിളിക്കാനുള്ള ഒരു അവസരം നീ ഒരുക്കി കൊടുക്കണം. അച്ഛന്റെ ശരീരം ചിതയിലേക്ക് എടുത്തു വെക്കുമ്പോൾ ഈ പാർട്ടി പതാക മടക്കി എന്റെ പെട്ടിയിൽ സൂക്ഷിക്കുക. നാളെ നിനക്കൊരു പ്രതിസന്ധി വന്നാൽ, നിനക്കൊരു കഷ്ടപ്പാട് വന്നാൽ, നീ ഈ പതാക എടുത്ത് നിന്റെ നെഞ്ചോട് ചേർത്ത് വെക്കുക. അതിൽ അച്ഛനുണ്ട്, അതിൽ ലോക ജനതയുടെ പ്രതീക്ഷയും. സഖാവ് പ്രഭാകരേട്ടനെ പോലെയുള്ള 1000 സഖാക്കളുടെ ചോരയും വിയർപ്പുമാണ് ഈ CPIM എന്ന് പറയുന്നത്. ഏതെങ്കിലും ഒരു തറവാട്ടുകാരനവരുടെ വീട്ടുമുറ്റത്തെ പന്തലിൽ ഒരുമിച്ച് കൂടിയ ആളുകൾ ഉണ്ടാക്കിയതല്ല ഈ പാർട്ടി. ഈ നാട്ടിൽ കഷ്ടപ്പെട്ടവനും അടിച്ചമർത്തപ്പെട്ടവനും വേണ്ടി ഉണ്ടാക്കിയതാണ് ഈ പാർട്ടി. അവന്റെ നാണയത്തുട്ടുകൾ, അതായത് ചളി പുരണ്ട നാണയത്തുട്ടുകളാണ് ഈ പാർട്ടിയുടെ ആദ്യത്തെ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത്. ഈ കുനിഞ്ഞു നിന്നിരുന്ന ഇവരെയൊക്കെ എഴുന്നേൽപ്പിച്ച് നിർത്താൻ പ്രാപ്തമാക്കിയതും ഈ പാർട്ടിയാണ്. പക്ഷേ ഈ പാർട്ടി തന്നെ അധികാരവർഗത്തിന്റെ സ്വരമായി മാറിയപ്പോൾ ചങ്ക് തകർന്നാണ് ഇവരൊക്കെ പാർട്ടിക്കെതിരെ വോട്ട് ചെയ്തത്. എന്ന് വെച്ച് CPIM ഈ നാട്ടിൽ നിന്ന് ഇല്ലാതെയാവുന്നില്ല. പാർട്ടി ചെയ്യേണ്ടത് അധികാരം നേടുക എന്നതല്ല ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ ലക്ഷ്യമെന്ന് പറയുന്നത്. അത് അതിന്റെ ബൈ പ്രോഡക്റ്റ് മാത്രമാണ്. അത് ഈ അധികാരത്തിന്റെ സ്വരം ഉപേക്ഷിച്ച്, ഭരണവർഗത്തിന്റെ സ്വരം ഉപേക്ഷിച്ച്, അത് അടിച്ചമർത്തപ്പെട്ട ജനതയ്ക്ക് വേണ്ടി സംസാരിക്കുക എന്നുള്ളതാണ്. ഇത് പറയുമ്പോൾ എല്ലാവർക്കും ഓർക്കാൻ വേണ്ടി ഒരു ചരിത്രം ഞാൻ പറയുകയാണ്. എല്ലാവർക്കും അറിയാം സഖാവ് ചെ ഗുവേര ക്യൂബയിലെ വിപ്ലവാനന്തരം അവിടുത്തെ മന്ത്രിയായിരുന്നു. വലിയ വലിയ അധികാര സ്ഥാനങ്ങളിൽ ഇരിക്കാൻ, അല്ലെങ്കിൽ ഫിഡൽ കാസ്ട്രോയ്ക്ക് ശേഷം അവിടുത്തെ ഭരണാധികാരിയാകാൻ വരെ സഖാവ് ചെക്ക് സാധിക്കുമായിരുന്നു. പക്ഷെ അതെല്ലാം ഉപേക്ഷിച്ച് മറ്റു രാജ്യങ്ങളിലുള്ള പോരാട്ടത്തിന്റെ വഴിയാണ് സഖാവ് ചെ ഗുവേര തെരഞ്ഞെടുത്തത്. അതാണ് അദ്ദേഹത്തിന്റെ രക്തസാക്ഷിത്വത്തിലേക്കും ഇന്നും സഖാവ് ചെ ഗുവേര ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ അല്ലാത്ത ന്യൂജൻ പിള്ളേരുടെ പോലും പ്രൊഫൈൽ പിക്ചറുകളിൽ സഖാവ് ജീവിക്കുന്നതും അതുകൊണ്ട് മാത്രമാണ്.